അയ്യോ സോറി. എന്താ പറയാ, വേറെ തന്നെ ഫീൽ ആയിരുന്നു. അല്ല എന്തൊക്കെ പറയേണ്ടത്. അതെ. ഹായ്, എന്റെ പേര് അതില്യ. ഞാൻ ഇക്കൊല്ലത്തെ SBI ക്ലർക്ക് അച്ചീവർ ആണ്. മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞാൻ BA ഇംഗ്ലീഷ് കഴിഞ്ഞ ആളാണ്. PTM ഗവൺമെന്റ് കോളേജിൽ നിന്നാണ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഹായ്, എൻ്റെ പേര് സാരംഗ്. ഞാൻ ഈ പ്രാവശ്യത്തെ IBPS ക്ലർക്ക് കാനറ ബാങ്ക് അച്ചീവർ ആണ്. ഞാൻ കോഴിക്കോട് നിന്ന് തന്നെയാണ് വരുന്നത്. ഞാൻ BCom KMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊടുവള്ളിയിൽ നിന്നാണ് ചെയ്തത്. 2023 സെപ്റ്റംബർ ഒക്ടോബർ ബാച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. രണ്ടാളും ഒരേ ബാച്ചിലായിരുന്നു. ബേസ് തൊട്ട് ഇവിടെ തന്നെയാണ് എല്ലാം പഠിച്ചത്. ടീംമേറ്റ്സിനെ പറ്റി ഞാൻ കേൾക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അന്വേഷിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു കസിൻ ഇവിടെ ഓൾറെഡി പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അന്വേഷിച്ചിറങ്ങി ആണ് വന്നത്. പിന്നെ അറിയുന്ന ആരും ഇല്ലാത്തൊരു സ്ഥലത്തൊന്ന് പഠിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇവിടുത്തെ ജയദീപ് സാറിനെ അറിയായിരുന്നു, എൻ്റെ ഏട്ടന്. അപ്പോൾ ജയദീപ് സാർ വഴിയാണ് ഞാൻ ടീംമേറ്റ്സിലോട്ട് വരുന്നത്. ഞാൻ വന്ന സമയത്ത് എനിക്ക് QA ആയിരുന്നു ഏറ്റവും വീക്ക് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞ് വന്നോട്ട് തന്നെ ഒരു ടച്ചേ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇവിടെ വന്നിട്ട് അനൂപ് സാറെ ക്ലാസ് ഒക്കെ എൻ്റെ ബേസ് തൊട്ട് ഞാനിപ്പോൾ ഈ ലെവലിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ആ ഒരു ലെവലിൽ എത്താൻ കാരണം അനൂപ് സാർ തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ സ്ട്രോങ് സബ്ജക്ട് റീസണിങ് ആണ്. ഷാജി സാറെ മെത്തേഡ്, അത് ഇവിടെ വന്നവർ എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും. അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ പസിലൊക്കെ 10 വട്ടം ഞാനൊക്കെ എത്ര വട്ടം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതെ, ഞാൻ ഇംഗ്ലീഷ് ഒരു ആവറേജ് ആ ഒരു ലെവലിൽ നിൽക്കുന്നതാണ്. എന്നാൽ നല്ല മാർക്ക് ഉണ്ടാവാറില്ല, എന്നാൽ പറ്റ കുറയാറില്ല, ഒരു ആവറേജ് ആണ്. അപ്പം അതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരുന്നു എൻ്റെ ഒരു ജേണി ഉണ്ടായിരുന്നത്. ഒരു 2 years ഞാൻ എന്താ പറയുക, ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ നല്ല രീതിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ രണ്ടുപേരും അതെ, ലിറ്ററലി ഇവിടെ ജീവിക്കുക എന്ന് തന്നെ പറയാം. ഞാൻ ഇവരെ കൂടെ തന്നെ നവംബർ ബാച്ചിൽ വന്നിട്ട് ജോയിൻ ചെയ്ത ആളാണ്. ഇവിടെ റെഗുലർ ചെയ്താണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഡിഗ്രിയിൽ 60% മാർക്കില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല ഇൻഷുറൻസിൻ്റെ. അപ്പോൾ അത് വേറൊരു കാര്യം. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഡിഗ്രി കഴിഞ്ഞ് ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ പഠിത്തത്തിലോട്ടുള്ള ടച്ചൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് റെഗുലർ കയറിയ സമയത്ത് ഷാജി സാറ് പറയുന്നതും അനൂപ് സാറ് പറയുന്നതും കേട്ട് പഠിച്ചിട്ടാണ് ഒരു ഒഴുക്കനുണ്ടാക്കിയ പഠിത്തത്തിനൊക്കെ. അപ്പോൾ ഇവിടുത്തെ സാറന്മാർക്ക് വലിയൊരു റോളുണ്ട് എൻ്റെ ഒരു അച്ചീവ്മെന്റിൽ. ഓഫ് കോഴ്സ് ഉണ്ട്. ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. അപ്പൊ ഹെൽത്ത് നന്നായിട്ട് സാക്രിഫൈസ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഈവൻ മുടി കൊഴിയാണെന്നുണ്ടെങ്കിലും, നമ്മൾ സ്കിന്നിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഫുഡിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ വീട്ടിലേക്ക് മാസത്തിലേക്ക് ഒരു വട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ നല്ല രീതിക്ക് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിലുള്ള ഓരോ പരിപാടികൾ, ഫ്രണ്ട്സിന്റെ ഒപ്പം ഉള്ള കാര്യങ്ങൾ, അതൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഒരു വിഷമമൊന്നുമില്ല. കാരണം ഇവിടെ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. അപ്പം ഈ ഗ്യാങ് തന്നെ നല്ല അടിപൊളി ഗ്യാങ് ആണ്. ഇപ്പൊ പഠിക്കാനാണെന്നുണ്ടെങ്കിലും കളിക്കാനാണെങ്കിലും ഒക്കെ. ഇപ്പം ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ആ ഗ്യാങ്ങിലുള്ള എല്ലാവരും കയറി എന്നുള്ളതാണ്. ആകെ ഒരു 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ കയറാത്തത്. എനിക്ക് ഞാൻ സാക്രിഫൈസ് ചെയ്ത് എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ എവിടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു 1.5 കൊല്ലം ലൈബ്രറിയിൽ രാവിലെ 7 മണി 7 ആകുമ്പോൾ വരും. ഇവിടെ വന്ന് സീറ്റ് പിടിക്കാനല്ലേ, സീറ്റ് കിട്ടൂല. സീറ്റ് വന്ന് പിടിക്കാൻ രാവിലെ വരും. അപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കില്ല എങ്ങോട്ടാ പോണേ. ഒരു ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ബാങ്കിൽ പണി കിട്ടിയിട്ട് നേരത്തെ പോവാന്ന് പറഞ്ഞ ടൈം വരെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇനി അങ്ങോട്ട് പറയാം, പണി കിട്ടിയെന്ന് പറയാം. സ്ട്രഗ്ലിംഗ് ഫേസ് എന്തായാലും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഓരോ എക്സാം കിട്ടും, ചിലപ്പോൾ അത് നമ്മൾ കിട്ടും എക്സ്പെക്ട് ചെയ്യും, പക്ഷെ അത് കിട്ടില്ല. അങ്ങനെ കുറെ ഫേസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഇത് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഇത്ര പേര് 2 കൊല്ലം ഒരു ജീവിതത്തിന്റെ 2 കൊല്ലം സാക്രിഫൈസ് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഈ 2 കൊല്ലം നമുക്ക് ചെയ്യാൻ പറ്റണ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊന്നും ചെയ്യാണ്ട് ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിച്ചിട്ടാണ് ഇവരെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഒരു സഭ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു സഭയിലിരുന്ന് ഞങ്ങൾ സംസാരിച്ച് എല്ലാവർക്കും കംഫർട്ട് കൊടുത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അച്ചീവ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവിടുത്തെ ഫെസിലിറ്റീസ് അത് ഭയങ്കര വലിയ ഫാക്ടറാണ്. ഇപ്പം നമ്മളൊന്നും അധികം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കയറി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം
ടീച്ചേഴ്സൊക്കെ എപ്പോഴും വിളിച്ച് ചീത്ത പറയും. ഇപ്പൊ ലൈബ്രറി എന്നും പോയിരുന്നു, നമ്മൾ എന്നും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു ലാബൊക്കെ. അപ്പൊ അവിടെ വന്നാലും നമ്മളെ ചീത്ത പറയും. അപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഭയങ്കര നമ്മളെ പറ്റി കൺസേൺ ആണ്. ഒരു സമയത്ത് കൺസേൺ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്കൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവര് ഇന്ന കാര്യത്തിനാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, റിസൾട്ട് അവർക്ക് വേണം എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ലാഭത്തിന്റെ പുറത്തേക്കല്ല ഇവര് ഇത് ചെയ്യുന്നത്. കുട്ടികളുടെ റിസൾട്ടാണ് അവര് മുന്നിട്ട് കാണുന്നത്. നമുക്കും അത് തന്നെയാണ് വേണ്ടത്. ഇപ്പോ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ഇത്രയും നന്നായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പൊ ഓരോ സാറന്മാരോട് ചോദിച്ചാൽ ഓരോ കുട്ടികളെ അറിയാം, അവരെന്താ ചെയ്യണം അവരെന്താ ചെയ്യാത്തതെന്ന് അറിയാം. അത് ടീംമേറ്റ്സിന് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അത് ഡിപ്പെൻസ്. ആൾക്കാരുടെ ലെവൽ എല്ലാവരും ഒരു ലെവലായിരിക്കില്ല. പലരുടെ IQ ലെവല് പലതായിരിക്കും. അപ്പം പറയാന്ന് വെച്ചാൽ 6 മാസം കൊണ്ട് നേടിക്കോട്ടെ, 1 കൊല്ലം കൊണ്ട് നേടിക്കോട്ടെ, 2 കൊല്ലം എടുത്തോട്ടെ, 3 കൊല്ലം എടുത്തോട്ടെ, എത്രയോ എടുത്തോട്ടെ. പക്ഷെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉറപ്പാണ്. ഇപ്പൊ ഞങ്ങളിപ്പോൾ 2 കൊല്ലം എടുത്തു. കാരണം ഓരോരുത്തർക്കും പഠിക്കേണ്ട രീതി വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഓക്കെ ഈ രീതി ചേഞ്ച് ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ. അപ്പൊ അതിനൊക്കെ ചിലപ്പം ചിലവർക്ക് ടൈം എടുക്കും, ചിലവർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിസൾട്ട് ഉറപ്പാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, മറ്റേ ട്രെയിന് ലേറ്റായി എത്തിയാലും ഡെസ്റ്റിനേഷനിൽ ആ ഒരു സമയത്ത് എത്തും എന്നുള്ളൊരു കോട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ്, നിങ്ങളെ ട്രെയിന് വരും, കുറച്ച് നേരം വൈകിയാലും ട്രെയിന് വരും, അവിടെ എത്തും. ആ ഒരു മോട്ടീവ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലതെന്നാണ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു പോസിറ്റീവ് മൈൻഡും കൊണ്ടുവരുന്ന പകുതി പ്രശ്നം തീർന്നതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പം ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അത്രയും പ്രഷറാണെന്ന് പറയുന്നുണ്ട്. അപ്പം അവരോട് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് റിസൈൻ ചെയ്യട്ടെ. അതൊന്നും അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ട് കാണുന്ന ആളാണ്. ഇപ്പൊ എന്ത് കാര്യം വന്നാലും ഞാൻ അധികം ഓവറായിട്ട് ടെൻഷൻ അടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോൺഫിഡന്റ് ആണ്, ഞാനത് എന്തായാലും ഡീൽ ചെയ്യും. എന്നെക്കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്തതും. എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ, എന്നിട്ടാണ് ഞാൻ സർവീസിൽ കയറുന്നത്. അപ്പൊ ഇനിയും എനിക്ക് ഒരുപാട് കാലം സർവീസിൽ ഇരിക്കേണ്ട ആളാണ്. അപ്പം എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടേ പറ്റൂ. മാത്രമല്ല എനിക്കതിൽ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു സാധനം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേറെയുള്ള ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതന്നെയാ പറയാനുള്ളത്. ഇപ്പൊ ഒരു ജോലിക്ക് കയറാത്ത ആൾക്കാര് ഇപ്പൊ ഈ പണി പ്രശ്നമാണ്, അതാണ് ഇതാണെന്ന് പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടൊക്കെ. മാക്സിമം നമ്മളെ കാര്യം നോക്കുക, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, എല്ലാ പണിക്കും പ്രഷർ ഉണ്ടാവും. അതിപ്പോ ബാങ്ക് ജോലിക്ക് സെപ്പറേറ്റ് പ്രഷർ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. എല്ലാ പണിക്കും പ്രഷർ ഉണ്ട്, അങ്ങനെ ബാങ്ക് ജോലിക്കും പ്രഷറുണ്ട്. റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു സ്കീം ഉണ്ടല്ലോ, മറ്റേ 1000 രൂപ നമുക്ക് കിട്ടുന്നത്. 1000 രൂപ കിട്ടുക. അതെ, 1000 രൂപ നമുക്ക് കിട്ടും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ അതിന് പോലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. SBI റിസൾട്ട് വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്നു. ഇങ്ങോട്ട് വന്നീനി, അപ്ലൈ ചെയ്യാൻ വന്നീനി ഇങ്ങോട്ട്. പേപ്പറൊക്കെ പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ റിസൾട്ട് വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിലെ ആദ്യത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഞാനാണ്. ഇപ്പം അതിന്റെ സന്തോഷം ഇപ്പൊ എന്തായാലും വീട്ടിലുണ്ട്. എനിക്കും ഉണ്ടാ പൊലിവ്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ പറയാനൊക്കെ SBI ആണെന്നൊക്കെ പറയാനൊരു സുഖമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ കണ്ണ് കാണുന്നത് മൊത്തം SBI ആണ്. ഇപ്പൊ കൊറിയർ വരാണെന്നുണ്ടെങ്കിലും പത്രം എടുത്ത് നോക്കുകയാണെങ്കിലും ഒക്കെ SBI. സന്തോഷമുണ്ട്. എന്താ പറയാ, ആ ഒരു റിസൾട്ട് നോക്കിയ സമയത്ത് സെലക്ടഡ് ആയി എന്ന് പറഞ്ഞപ്പോ ആദ്യം തന്നെ വിളിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ആ അച്ഛനോട് പറഞ്ഞ സമയത്ത് അച്ഛൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത ഒരു സൗണ്ടും എക്സ്പ്രഷനും ഒക്കെ ഉണ്ടാക്കി. അത് മതി എന്നുള്ള ഒരു ഇതിലോട്ട് വന്നു. ആ ഒരു മൊമെന്റ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. സാറിങ്ങിനോടാ ഫസ്റ്റ് ചോദ്യം. സാറിക്ക് ഹാപ്പിനെസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഞാൻ എനിക്കറിയില്ല, ഞാൻ കൂടുതൽ ഹാപ്പി ആവല് എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്താണ്. ഭയങ്കര ഹാപ്പി ആവല് വെച്ചാൽ ഞാൻ ഇപ്പോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒന്ന് ഹാപ്പി ആകാൻ പോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് തന്നെയാണ് പോലെ. അവരുടെ അടുത്ത് പോയിട്ട്
അവര് നമ്മളെ കളിയാക്കണതും നമ്മൾ അവരെ കളിയാക്കണതും ഒക്കെയാണ് എന്റെ ഹാപ്പിനെസ്. വെച്ചാൽ വീട്ടുകാർ എനിക്ക് വീട്ടിൽ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോ ആ വീട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ അത് ഭയങ്കര ഒരു സംഭവമാണ്. എന്താ പറയാ, ഒരു ജോയിന്റ് ഫാമിലി മാതിരിയാണ്. എനിക്ക് 2 ഏട്ടന്മാരും ഒരു അനിയത്തിയൊക്കെ ഉണ്ട്. അനിയത്തിയല്ല, ട്വിൻസ് ആണ്. ഞാനും ട്വിൻസ് ആണ്. അപ്പോ അച്ഛമ്മ ഓരോ കൂടെ ഇരുന്ന് വൈകുന്നേരം സംസാരിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതില്ല എനിക്ക് ഹാപ്പിനെസ് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എൻ്റെ ലൈഫിൽ. കാരണം എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് നാട്ടിൽ കേട്ടോ. എന്താ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ അംഗനവാടി തൊട്ടേ ഒരുമിച്ചുള്ള ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവരെ പിരിക്കാന്ന് പറയുന്നതാണ്, ഞാൻ എന്തുണ്ടെങ്കിലും അവരെ പിരിക്കാൻ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അവരെ പിരിക്കുന്നതാണ്. പിന്നെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ ചിരിക്കുക. അപ്പൊ എനിക്ക് എന്റെ വീട്ടുകാർ പറയുമ്പോൾ അധികം ഇമോഷണൽ സാധനങ്ങൾ എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും എനിക്ക് അവരെ സന്തോഷിപ്പിക്കണം. അപ്പം ഞാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു അതിലാണ് എന്റെ ഹാപ്പിനെസ് എന്ന്. എനിക്കൊരു കാര്യം കൂടി പറയാം. ഞാന് റിസൾട്ട് വന്ന് ആ ദിവസം വൈകുന്നേരം വീട്ടിൽ പോയിട്ട് എല്ലാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോ ഞാൻ പെട്രോൾ അടിക്കേണ്ടതിൽ പൈസ ഇല്ല. അപ്പൊ അമ്മേനോട് ഞാൻ 100 രൂപ വെച്ച്. അമ്മ ഉണ്ട് എനിക്ക് 300 രൂപ എടുത്തത്. ഈ എടുത്തതല്ലേ ആ ഒരു 300 രൂപ തന്നു. ഒരു 100 രൂപ വെച്ചോ 300 രൂപ എടുത്തത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഞാൻ വേറെ തന്നെ ഫീൽ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്. ഞാൻ ആദ്യം എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിന്റെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ നല്ല പൈസയാണല്ലോ. അപ്പൊ ഞാൻ ഓരോ വട്ടം ചോദിക്കുമ്പോൾ എനിക്ക് പിന്നെ ചടപ്പായി തുടങ്ങി. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയും, അച്ഛാ കടമായിട്ട് തന്നാ മതി, ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് റിസൾട്ട് വന്നപ്പോ അച്ഛനോട് കടം വീട്ടാനായോ കുട്ടിയെ ചോദിക്കുക. അപ്പൊ ഞാൻ പറയില്ല, ഇതുവരെയുള്ള കട എഴുതി തള്ളി ഞാന്, ഇനി മുതൽ കടം വാങ്ങാൻ ഞാൻ കടം വീട്ടുന്നാ പറഞ്ഞു. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ സാലറി കിട്ടിയാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അതില്ല സാലറി കിട്ടിയ വീട്ടിക്ക് സാധനങ്ങൾ വാങ്ങണം, വീട്ടുകാർക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് അല്ലെങ്കിൽ കാര്യം ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സാലറി നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ചെലവായി പോകും തോന്നലേ, നമ്മുടെ സ്റ്റേ കാര്യങ്ങളൊക്കെ വരുമ്പോ. പിന്നെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെ. ഫസ്റ്റ് സാലറി ഇവള് പറഞ്ഞ മാതിരി തന്നെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ നാട്ടില് വലിയൊരു കൂട്ടം കാത്തു നിൽക്കണുണ്ട്. അവർക്ക് കുറച്ച് ചെലവും പരിപാടിയൊക്കെ ആയിട്ട് കൊടുക്കണം. പിന്നെ കുടുംബക്കാർക്കൊക്കെ എന്താ വാങ്ങിക്കൊടുക്കണം എന്നുണ്ട്. അതിലെ സാരംഗ് ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഇവനെ ആദ്യം ഞാൻ കണ്ട സമയത്ത് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു NRI കിഡാണ്, NRI കിഡിന്റെ മാതിരി ഇവനെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്പനി വന്നപ്പോഴല്ലേ ഈ കാണുന്ന പോലെ ഒന്നുമല്ല ശരിക്കും സത്യം പറഞ്ഞ. അതിപ്പോ ഇവനെ പരിചയമുള്ള എല്ലാവരോടും ചോദിച്ചാൽ മതി. ആദ്യം ഭയങ്കര ആറ്റിറ്റ്യൂഡാന്നൊക്കെ പറയും, പിന്നെ ഓക്കെ ആണ്. അപ്പൊ എനിക്ക് ഇവൻ എക്സ്ട്രോവേർട്ട് ആണ്. ഇവള് കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ട് ആണ്. അതെ. ബുക്സ് ഓർ മൂവീസ്? അതില്ല മൂവീസ്. ബുക്സ്. ബുക്ക് മൽഗുഡി RK നാരായണൻ. അത് മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ ചിലപ്പോ. ഫേവറേറ്റ് മൂവി അങ്ങനെയൊന്നുമില്ല, ഞാനെല്ലാം കാണും. സൺറൈസ് ഓർ സൺസെറ്റ്? സൺസെറ്റ്. സൺസെറ്റ്. ചായ ഓർ കോഫി? അതില്ല ചായ. കോഫി. ഓക്കെ, ഈ ഒരു ജേണിയിൽ ഏറ്റവും കൂടുതൽ സാരംഗിനെ മോട്ടിവേറ്റ് ചെയ്ത ആളാരാണ്? അച്ഛൻ ഓരോ ടൈമും അച്ഛൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടൻ സ്വഭാവമുള്ള ഒരു മൂപ്പരാണ്. അപ്പോ ഓരോ ടൈമും ഞാൻ അച്ഛനോട് ആഴ്ചയിൽ എനിക്കൊരു 500 രൂപ തരും അച്ഛൻ. 500 രൂപ തരുമ്പോ അച്ഛൻ പറയൂ പോവുണ്ട്, ഇങ്ങോട്ടാ പോകണ്ട അറിയില്ല. ഒരു ദിവസം എന്റെ ഏട്ടന്റെ ഒരു പരിപാടിയുടെ സമയത്ത് ഇവരെല്ലാരും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൂട്ടി വന്ന സമയത്ത് അച്ഛൻ ഇവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പറയുന്നുണ്ട്, അവിടെ എത്തുണ്ടോ ഒരു ചോദ്യമാണെന്നുള്ളത്. അപ്പോ അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പൈസന്റെ കാര്യത്തിലാണെങ്കിൽ ഏട്ടന്മാര് എപ്പോ ചോദിച്ചാലും ഏട്ടന്മാര് പൈസ തരാറുണ്ട്. അപ്പോ അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്റെ സിസ്റ്ററും ബ്രദർ ഇൻ ലോയും ഒക്കെയാണ്. പിന്നെ വീട്ടുകാർ ഓഫ്കോഴ്സ് ഉണ്ട്, പക്ഷെ ഏറ്റവും ഒരു പൊടിക്കും കൂടി ചേച്ചിയാണ്. കാരണം അവക്കാണ് എന്നെ കൂടുതൽ അറിയുന്നത്, എന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ. പിന്നെ എന്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ഓഫ്കോഴ്സ് അവരും ഉണ്ട്. അവരെന്നെ എന്താ പറയാ, വീട്ടുകാരും ചേച്ചിയൊക്കെ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കില്ലാത്ത കോൺഫിഡൻസ് ആണ് അവർക്ക്
എന്തായാലും കിട്ടും. ഞാൻ ഇതുവരെ വീട്ടിൽ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പ് ഒന്നുമല്ല. അവരിതുവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്തുറപ്പിലാണ് ഇവരെ കോഴിക്കോട് വിട്ട് പഠിപ്പിച്ചത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു വിശ്വാസമാണ് എൻ്റെ. അതന്നെ. Okay, what motivated you more, Sarang? എന്റെ വലിയേട്ടൻ, എന്റെ മൂത്തേട്ടൻ ശരത്തേട്ടൻ, മൂപ്പര് പറഞ്ഞ മൂപ്പരാണ് എന്റെ ഐഡിയൽ കംപ്ലീറ്റ്ലി. മൂപ്പര് എന്താ ചെയ്യുന്നത്, അങ്ങനെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. മൂപ്പര് MBA എടുത്ത്, അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് MBA എടുക്കാറുണ്ട്. ഞാൻ കുറെ കാലം ബാംഗ്ലൂരൊക്കെ പോയി അങ്ങനെ തിരിഞ്ഞു കളിച്ച് എന്തൊക്കെയോ ഓൺലൈൻ കോഴ്സൊക്കെ എടുത്ത് അങ്ങനെ എന്തൊക്കെയോ നടന്നതാണ്. മൂപ്പരാണ് ഏറ്റവും കൂടുതൽ എന്നെ എന്താ പറയാ, മൂപ്പരെ ഐഡിയൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പഠിത്തം എന്നുള്ള കാര്യം തന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നെ ബുക്സ് വായിക്കാൻ ഏറ്റവും കൂടുതൽ ബുക്ക് വായിക്കണം എന്ന് എന്നോട് കൂടുതൽ പറഞ്ഞ ഒരാളാണ് ഏട്ടൻ. ബുക്ക് അതിനോട് എന്നെ കുറെ, എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് കുറെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ബുക്സ് വായിച്ചിട്ട് എനിക്ക് കുറെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. അവള് നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരാളാണ്, കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളാണ്. അപ്പം അവളും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കൊരു ബോധ്യമുണ്ട് അങ്ങനെ ഇരുന്നാലേ കിട്ടൂ എന്നുള്ളത്. പിന്നെ ഇവിടെയുള്ള ഫ്രണ്ട്സ് അത് ഭയങ്കര വലിയ ഫാക്ടറാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഡിസ്ട്രാക്റ്റഡ് വേഗം പോകുമെന്ന്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വെച്ചാൽ ഒരു പ്ലാൻ B പോലും ഇല്ല. എല്ലാവർക്കും പ്ലാൻ A മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്, നമ്മളിങ്ങനെ പറയില്ലേ ഫ്രണ്ട്സിന്റെ ഒരു ആവറേജ് ആയിരിക്കും നമ്മളിന്ന്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അങ്ങനെ ആയി പോയതാണ്. സാരംഗ് ആദ്യം കേൾക്കുമ്പോൾ അതിലേക്ക് മനസ്സിൽ വരുന്ന കാര്യം എന്റെ ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാറി. അപ്പൊ എനിക്ക് ലൈഫ് ലോങ് എന്റെ ഒപ്പം ഉണ്ടാവും എനിക്ക് ഉറപ്പുള്ളൊരു ഫ്രണ്ട് കൂടിയാണ്. അതിപ്പോ എല്ലാ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലേ ഇല്ലേ ഉണ്ടാവില്ലേ. ഓക്കെ, സാരംഗിന് അതില്ലാന്ന് കേൾക്കുമ്പോ അതില് നല്ലൊരു മോളാണ്, നല്ലൊരു ഫ്രണ്ടാണ്. നല്ലൊരു ഫ്രണ്ടാണ്. നമ്മളെ എന്താ പറയാ, ഞാനിപ്പോ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെങ്കിലും നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് വന്നിട്ട്. മുപ്പത്തിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവും, മുപ്പത്തി അത് സോൾവ് ചെയ്ത് തരും. ഇങ്ങനത്തെ ഒരു ഫ്രണ്ടാണ്, ഒരു നല്ല ഫ്രണ്ടാണ്. ഇവന് ഓരോ പ്രശ്നങ്ങൾ വന്ന് ചാടും, എന്നിട്ട് വന്ന് പറയും ഞാൻ ഞെട്ടും. എന്റെ കുറെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന ചങ്ക് സാരംഗും സോൾവ് അതെ ചെയ്യുന്നത്. വള്ളി ഇവളും എടുക്കലുണ്ട്. ഞാൻ എടുക്കലുണ്ട്. ഓക്കെ, ക്ലാസ് റൂമില് നിങ്ങള് മിഡിൽ ബെഞ്ചേഴ്സ് ആണോ, ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആണോ, ബാക്ക് ബെഞ്ചേഴ്സ്? ബാക്ക് ബെഞ്ചേഴ്സ്. ബാക്ക് ബെഞ്ചേഴ്സ്. ഇഫ് നോട്ട് എ ബാങ്ക് എംപ്ലോയി നിങ്ങൾ ആരാവുമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരംഗ് ആരാവുമായിരിക്കും? ഞാൻ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാമായിരുന്നു ഇങ്ങനെ വിചാരിക്കുക. കോർപ്പറേറ്റ് എംപ്ലോയി. എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ ഞാനിങ്ങനെ ആലോചിക്കരുത്, എന്തെങ്കിലും പോവുകയാണെങ്കിൽ അതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ. അപ്പൊ എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ചേച്ചിയെ ഏട്ടനും പഠിപ്പിച്ചപ്പോ തന്നെ പൈസ അത്യാവശ്യം ആയപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വല്ലാണ്ട് പൈസ നിനക്ക് ചെലവാക്കില്ല, നീ എന്താണ് പഠിക്കുന്നത് അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നിനക്ക് പറ്റുള്ളൂ, ആ ഒരു ഓപ്ഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാന് ബാങ്ക് എടുത്തപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇതിലേ നിൽക്കൂ. ഇൻ കേസ് ഇങ്ങനെ ആൾക്കാർ പറയില്ലേ നിർത്തി പോകേണ്ട സിറ്റുവേഷൻ, ഞാൻ ആ ഒരു സിറ്റുവേഷൻ എന്റെ മനസ്സിൽ തന്നെ വിചാരിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് കിട്ടും. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അയ്യോ പാളി എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ ലാസ്റ്റ് കിട്ടി. ഫ്രണ്ട്സിന്റെ ഇടയിൽ വട്ടപ്പേര് സാരംഗിന് എനിക്കില്ല, എനിക്ക് വട്ടപ്പേരൊന്നുമില്ല. എനിക്കില്ല. ഇല്ല, ഉറപ്പ്. ഓക്കെ, നിങ്ങള് നല്ലൊരു സർക്കിളിന്റെ ഭാഗമാണ്, നിങ്ങൾ ഒരു ഫ്രണ്ട് സോണിന്റെ ഭാഗമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു കോമൺ ഫാക്ടർ, യുണൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും? നിങ്ങൾ പെട്ടെന്ന് കണക്റ്റഡ് ആവാൻ ഉണ്ടായിരുന്ന ഒരു ഫാക്ടർ ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ ഒരു മോക്കടിച്ച് മാർക്കില്ല എന്ന് വിചാരിച്ച് പുറത്തിറങ്ങി നിൽക്കുമ്പോ സൈഡിൽ അതുല്യം മോക്കില് മാർക്കില്ല പറഞ്ഞ് നിൽക്കണേ. ഞങ്ങൾ രണ്ടാളും നെഗറ്റീവ് പറഞ്ഞ ആള് അത് പോസിറ്റീവ് ആക്കി എടുത്തിട്ട് പോലുണ്ട്. നമ്മളൊരു മൈൻഡ് സെറ്റ് ഗ്രഹിച്ചാ ഇപ്പൊ ഒരു എക്സാം കഴിയുമ്പോ അജയ് പറയൂ ഒറ്റയ്ക്കാക്കി പോവല്ലേടാ. അതായിരുന്നു അവസ്ഥ. നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ കയറി പോവോ, നമ്മള് കയറി പോവില്ലേ, ഒരുമിച്ച് കയറി പോണേ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഒറ്റ സ്ട്രക്ചറിൽ തന്നെ എല്ലാവരും കയറി പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളറിയാം അത് പോസിബിൾ അല്ല, പക്ഷെ എന്നാലും നമുക്ക് ആഗ്രഹിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഏകദേശം പറഞ്ഞ പോലെ ഒട്ടുമിക്ക ആൾക്കാരെല്ലാം ഒറ്റ സ്ട്രക്ചറിൽ തന്നെയാണ് കയറിപ്പോയത്. ഒരാൾ മാത്രം, നിഖിൽ മാത്രമാണ് ഫസ്റ്റത്തെ ഇതിൽ കയറിയത്. ബാക്കിയുള്ളവരെല്ലാവരും ഈ സെക്കൻഡ് സ്ട്രക്ചറിൽ കയറിപ്പോയി. 2-3 ആൾക്കാരും കൂടി ഉള്ളൂ ബാക്കി. അവരെന്തായാലും അടുത്തേലും കയറും, ഷുവറാണ്. ഫേവറേറ്റ് പേഴ്സൺ അറ്റ് ടീംമേറ്റ്സ് സാരംഗ്? സ്റ്റാഫിനാണ് ഉദ്ദേശിച്ചത്? സ്റ്റാഫിനല്ലേ? അനൂപ് സർ. ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറയുമ്പോ എന്താ കണക്ഷൻ കൊണ്ടാണോ അതോ
റോൾ മോഡൽ പോലെയാണോ? ജസ്റ്റ് ഫേവറേറ്റ് ആണ്. ഫേവറേറ്റ് ആണെങ്കിൽ എനിക്ക് ജയദീപ് സാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ക്രഷാണ് യെസ്, ജയദീപ് സാർ. പണ്ട് തൊട്ട് ക്രഷ. Cut ചെയ്യണം. Okay, one thing you learned from teammates, അതുല? ടീംമേറ്റ്സ് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ ഇവിടെ നിൽക്കണേ തന്നെ. അപ്പം ഒറ്റയ്ക്കായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എനിക്കിതുവരെ ഞാൻ അങ്ങനെ പൈസ കാര്യങ്ങളൊന്നും ഡീൽ ചെയ്തിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഒരാൾക്ക് ജീവിക്കാൻ ഇത്രയും പൈസ ചെലവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്കൊരു ജോലി എന്ന് പറയുന്നൊരു എല്ലാവരുടെയും ഡ്രീം ആയിരിക്കും. പക്ഷെ എൻ്റെ ഡ്രീം അല്ല, എൻ്റെ ഒരു ബേസിക് നീഡാണ് ജോലി. അപ്പൊ അത് എനിക്ക് ആ ഒരു റിയലൈസേഷൻ വന്നത് എനിക്ക് ടീംമേറ്റ്സിൽ വന്നിട്ടാണ്. എനിക്ക് കോളേജ് സമയത്ത് കൊറോണ ആയിരുന്നു. അപ്പൊ എനിക്ക് കോളേജ് തീരെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല, തീരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഒരു 2 കൊല്ലം ഞാൻ ടീംമേറ്റ്സിൽ വന്ന് നിന്നിട്ട് എനിക്ക് കോളേജിനെക്കാട്ടും കുറച്ച് കൂടുതൽ ഇഷ്ടം ടീംമേറ്റ്സ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഞാൻ അവിടുന്ന് പഠിച്ചിട്ടുണ്ട്. പൈസയുടെ കാര്യമാണെങ്കിലും ബാക്കി ഇപ്പൊ ഒരാളായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിലും പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാ കാര്യത്തിനും ടീംമേറ്റ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീംമേറ്റ്സിനെ കുറിച്ച് ടീംമേറ്റ്സിൽ വന്നതിന് ശേഷം ഫസ്റ്റ് പരിചയപ്പെട്ട ആളാരാണ് അതില്? ഫസ്റ്റ് പരിചയപ്പെട്ട നിഖിലാണോ ശ്രീലക്ഷ്മിയാണോ ഓർമ്മയില്ല. ഞാൻ ഇവിടെ എനിക്ക് വന്നപ്പോ തോന്നുന്നു അങ്കിതനോട് ആദ്യം സംസാരിച്ച എനിക്ക് തോന്നുന്നു അങ്കിത രാജ്. അതെ അതെ അതെ. RRBPO. Okay, one dialogue from faculty that still echoes in your head. Listen me very carefully. Follow me very strictly. രാജ് സാർ. ഫസ്റ്റ് ഡേ ടീംമേറ്റ്സ് ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റും? ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവിടെ വന്നപ്പോ ഞാൻ ഈ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ ആരോടും സംസാരിക്കില്ല. പഠിക്കാനായിട്ടാണ് എൻ്റെ ടൈം ഞാൻ മാറ്റി വയ്ക്കുള്ളൂ എന്ന് വിചാരിച്ച് വന്നതാണ്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോൾ നിഖില് ശ്രീലക്ഷ്മി ഇവരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിഖിൽ ഇവിടെയും ശ്രീലക്ഷ്മി കുറച്ച് ഇപ്പുറത്തൊക്കെ ഇരിക്കാം. ഞാൻ ഇവർ രണ്ടിടത്ത് ഇരിക്കാതെ ഞാൻ കുറച്ച് ബാക്കിൽ പോയിരുന്നു, ഒറ്റയ്ക്ക് ഇൻട്രോവേർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. പിൻ ഡ്രോപ്പ് സൈലൻസ്, എനിക്ക് അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് ഞാൻ തന്നെ ബാഗ് എടുത്ത് പോയിരുന്നു. അങ്ങനെയാണ് എന്റെ ഫസ്റ്റ് ഡേ. ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു ക്ലാസ് തുടങ്ങിയിട്ട് നവംബർ ലാസ്റ്റിലേ എങ്ങനെ വന്ന് കേറിയോ തോന്നണേ. അപ്പൊ സമയത്തിന്റെ ബാഗിൽ കുറച്ച് മുട്ടായി ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊണ്ടുവന്ന് എല്ലാരും കൊടുത്ത ഒരു സീൻ എനിക്ക് ഓർമ്മയുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഓർമ്മയില്ല. അതില്ല. സാരംഗിന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? സ്ട്രെങ്ത് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവാണോ? അതൊരു സ്ട്രെങ്ത് ആണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ഈവൻ ഊക്കല് തുടങ്ങിയ അവന് നിർത്തില്ല. നമുക്കൊരു ലിമിറ്റ് കഴിയില്ലേ നിർത്തണ്ട, ഇവൻ നിർത്തില്ല. ഭയങ്കര ഞാൻ കരഞ്ഞിട്ടുണ്ട് ഒരു വട്ടം, ഇവൻ കരയിച്ചെന്നെ. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കണ്ട എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കും. അതന്നെ വലിയ കാര്യമാണ്. ഒരാൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കാര്യമാണ്. ഇപ്പോ ആരോടാണെങ്കിലും ചിരിച്ചോണ്ടാണ്, പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കുക. അതുപോലെ ഒരു ഭയങ്കര വലിയ സ്ട്രെങ്ത് ആണ്. അതിലേക്ക് ടീംമേറ്റ്സിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ലേറ്റ് കമർ അവാർഡാണോ, ഡൗട്ട് ക്വീൻ എന്നുള്ള അവാർഡാണോ, സൈലന്റ് ടോപ്പർ എന്നുള്ള അവാർഡാണോ, ഇനി ഓപ്ഷൻ ഡി സംതിങ് നൺ ഓഫ് ദിസ്? മണ്ടത്തരം പറയുന്നതില് ഫസ്റ്റ് പ്ലേസ് കൊടുക്കാം. സാരെങ്കിലും അവാർഡ് കൊടുക്കണമെങ്കിൽ ഇത് ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും? ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ലേറ്റ് കമർ അവാർഡ്, ലേറ്റ് കമർ ആയിരിക്കും. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ സജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്. അപ്പൊ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേരാൻ തീരുമാനിച്ചതും ബാങ്കിന് ചേരാൻ തീരുമാനിച്ചതും ആ ബാച്ചിൽ തന്നെ കറക്റ്റ് ചേരാൻ തീരുമാനിച്ചതും ഒക്കെ ഒരു നിമിത്തമായിട്ടാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടീംമേറ്റ്സ്. പിന്നെ കരിയർ എനിക്കിനി നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം സെറ്റാണ്. ഒരു 23-ാമത്തെ വയസ്സിലൊരു ഗവൺമെന്റ് എംപ്ലോയി ആക്കി എൻ്റെ ടീംമേറ്റ്സ്. അപ്പം ഞാൻ എല്ലാ ക്രെഡിറ്റും ടീംമേറ്റ്സിനാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ ബേസ് തൊട്ട് എൻ്റെ ഇപ്പോഴത്തെ ലെവല് വരെ മൊത്തം ടീംമേറ്റ്സിനുള്ളതാണ്. അത് ഞാൻ എവിടെയും പറയും. ഞാൻ കാരണം പുറത്തുനിന്ന് ഒരു ക്ലാസ് ഒന്നും ഞാൻ റെഫർ ചെയ്തിട്ടില്ല. റെഫർ ചെയ്ത് എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അപ്പം ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ആർക്കും റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ടീച്ചേഴ്സാണ്. വളരെ വലിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു ടീംമേറ്റ്സ്.
എന്താ പറയാ, എനിക്ക് ഫസ്റ്റ് ടീംമേറ്റ്സിൽ നന്ദി പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഷിബി മിസ്സിനോടാണ് നന്ദി പറയാനുള്ളത്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അവിടെ വന്ന് എനിക്ക് ഇഷ്ടപ്പെടായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ കയറിയപ്പോൾ തന്നെ ഷിബി മിസ്സിനെ ചിരിച്ചിരിക്കുന്ന മുഖമാണ് കണ്ടത്. അപ്പൊ അതന്നെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. അവിടെ വന്ന് ഞാൻ ജോയിൻ ചെയ്ത് ടീംമേറ്റ്സ് ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും ഒക്കെ ടീംമേറ്റ്സ് കാരണം തന്നെയാണ്. ആ കാര്യത്തിൽ ടീംമേറ്റ്സിനോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ താങ്ക് യു പറയാനുള്ളത് എൻ്റെ ഫാമിലീൻ്റെ അടുത്താണ്, ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. അവരാണ് എനിക്ക് ലോ ആയിട്ട് നിന്ന സമയത്ത് ഷോൾഡേഴ്സ് തന്നത്. ഇപ്പോൾ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും അവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു. ആൻഡ് അവർക്കൊരു സ്പെഷ്യൽ താങ്ക് യു. വീട്ടുകാർക്കാണ് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത്. എന്നെ സപ്പോർട്ട് ചെയ്തത് ഈ 2 കൊല്ലം ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വീട്ടുകാർ തന്നെയാണ്. വീട്ടുകാർ ഓരോ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴും എനിക്ക് പൈസ തരുന്നതും അല്ലാണ്ട് എനിക്ക് മോട്ടിവേഷൻ തരുന്നതും, ഇപ്പൊ ഞാൻ ഓരോ എക്സാമിന് മാർക്ക് പറഞ്ഞ് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും വീട്ടുകാർ തന്നെയാണ് പറഞ്ഞത്, നിർത്തണ്ട, ഇത് തന്നെ പോയിക്കോ, പ്രശ്നമൊന്നുമില്ല, പൈസ ആരെയും നോക്കണ്ടെന്ന് വീട്ടുകാർ തന്നെ പറഞ്ഞു. അക്കാര്യത്തിൽ വീട്ടുകാരോട് 1000 നന്ദി പറയും.